Sabi, back in our time, interviews were mostly done through newspapers. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഒക്കെ ഇറ്റ്സ് ഗുഡ്. സാർ താങ്ക് യു സാർ. ഇപ്പോൾ കൂടുതലും നമ്മൾ പോഡ്കാസ്റ്റിലാണ് കൂടുതലും ചെയ്യാറുള്ളത്. സാറിന് ആദ്യം കൈ കിട്ടുമ്പോൾ ചോദിക്കാനുള്ള ഒരു ആദ്യത്തെ ചോദ്യത്താണ്, 1860 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിട്ട് അങ്ങ് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയം വരെ അങ്ങയുടെ ജീവിതം പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. ബിസിനസ് പരാജയപ്പെടുന്നു, പല തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടുന്നു. അപ്പൊ അന്നൊക്കെ ഇത് നിർത്തിയേക്കാം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? നിർത്താനോ? സബി, I might be a slow walker, but I never walk back. എന്റെ ഒരു കാഴ്ചപ്പാടില് പരാജയം എന്ന് പറയുന്നത് വീഴുന്നതല്ല, വീണിടത്ത് നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കാത്തയാണ്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. ഓക്കെ സാർ, ഈ സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുമ്പോഴും തമാശ രൂപമാണ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വായിച്ചിട്ടുണ്ട്, അങ്ങ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിരുന്നിട്ടാണ് രാത്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പകലിലൊന്നും സമയമില്ലായിരുന്നു പഠിക്കാൻ. നൈസ് ക്വസ്റ്റ്യൻ. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകണമായിരുന്നു. കൃഷിപ്പണി, മരപ്പണി, അങ്ങനെ പറ്റാവുന്ന പല പല ജോലികൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ സമയം കിട്ടുന്നത് രാത്രിയാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം, അറിവിനോടുള്ള ഒരു ആർത്തി അതുണ്ടെങ്കിൽ നമുക്ക് മെഴുകുതിരി വെളിച്ചം പോലും സൂര്യപ്രകാശം പോലെയാണ്. ഓക്കെ, അങ്ങയുടെ ഭരണകാലത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അടിമത്തത്തിനെതിരായിട്ടുള്ള അങ്ങയുടെ പോരാട്ടവും അങ്ങയുടെ നടപടികളുമാണ്. എങ്ങനെയാണ്, ഞാൻ ഒരിടത്ത് വായിച്ചത്, അങ്ങനെ ഒരു യാത്രയിൽ ഒരു ആഫ്രിക്കൻ ഒരു അടിമേനെ ചങ്ങലക്കിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്, ചന്തയിൽ വെച്ചിരിക്കുന്ന അങ്ങ് കണ്ടു. അങ്ങനെയാണ് അങ്ങയുടെ ജീവിതം മാറിയെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതൊരു വലിയ കഥയാണ്. ബാക്ക് വെൻ ഐ വാസ് യങ്, മിസിസിപ്പി റിവറിലൂടെ ഞാൻ ന്യൂ ഓർലിയൻസിലേക്ക് പോവുകയായിരുന്നു ഒരു ബോട്ട് യാത്രയിൽ. അന്നാണ് അടിമത്തം ഞാൻ നേരിട്ട് ആദ്യമായി കാണുന്നത്. പിന്നീട് ഒരു 3 വർഷം കൂടെ കഴിഞ്ഞ് 1831 വീണ്ടും അതേ പാതയിലൂടെ ഒരു യാത്ര ചെയ്തു. Both these journeys changed a lot in me. I realized those who deny freedom to others deserve it not for themselves. മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരാൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. പിന്നീട് എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെതിരെ നിൽക്കണം, ഇതിനെതിരെ നടപടികൾ എടുക്കണം എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു. Unfortunately, I was able to do that. ഈ ഒരു കാലഘട്ടത്തിൽ പുതുതലമുറയോട് അങ്ങക്ക് എന്താ പറയാനുള്ളത്? പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. The best way to predict your future is to create it. എത്രയും സുന്ദരമായ വാക്കുകളാണ് അങ്ങ് പറഞ്ഞത്. എനിക്ക് ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യം, അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ഭരണമൊക്കെ കാണുമ്പോൾ അങ്ങക്ക് എന്താ തോന്നുന്നത്? കുഴപ്പമായോ? ഞാൻ പോകുന്നു. പോലെ സാർ പോലെ